അവിടുത്തെ എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത കമ്പനിക്ക് ചാടും. സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ സിൻസിയറിറ്റി കാണുമ്പോൾ അവർക്ക് നമ്മളോട് ഒരു താല്പര്യം തോന്നും. ഇപ്പോൾ ഏറെക്കുറെ റിട്ടയർമെൻറ്റ് സമയമായി, 60 വയസ്സ് കഴിഞ്ഞു. ഈ മക്കൾ നോക്കണം, കമ്പനി അവരെ ഏൽപ്പിക്കണം. നമസ്കാരം. സഫലമി യാത്രയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ബാംഗ്ലൂരിലെ അബിഗരെ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയൽ എന്ന് പറയാൻ പറ്റില്ല, റെസിഡൻഷ്യൽ ഏരിയയും കൂടിയാണ്. പക്ഷെ പീനിയ ഇൻഡസ്ട്രിയൽ ആയിട്ട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് അബിഗരെ എന്ന് പറയുന്ന സ്ഥലം. തൃശ്ശൂർ ജില്ലയിലെ വരന്തരപ്പള്ളി എന്ന പ്രദേശത്ത് നിന്നും ഏതാണ്ട് 45 വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂർ എത്തുകയും അവിടെ നിന്ന് പ്രകാശ് എഞ്ചിനീയറിംഗ് എന്ന സ്ഥാപനത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇന്ന് അദ്ദേഹം ഒരു മാനുഫാക്ചറാണ്, സപ്ലയറാണ്, പ്രിസിഷൻ മെഷീൻ കോമ്പോണൻസിൻ്റെ. അപ്പോൾ ഇന്ന് അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമാക്കി മാറ്റുവാൻ, ഒട്ടനവധി പേർക്ക് ജോലി കൊടുക്കുവാൻ ശ്രീ സദാനന്ദന് സാധിച്ചു എന്നുള്ളതാണ്. മിസ്റ്റർ VI സദാനന്ദനെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. 1981 ഡിസംബർ 21 ആദ്യമായിട്ട് ബാംഗ്ലൂരിലേക്ക് വരികയാണ്. അതും SSLC പരീക്ഷ പകുതി വെച്ചിട്ട് പൂർത്തിയാക്കാതെ. ഡിമാൻഡായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. പക്ഷെ അതൊന്നും അത് SSLC പകുതി ഇട്ടിട്ട് പോകാനുള്ള കാരണം എന്തായിരുന്നു? അന്നത്തെ കാലത്ത് വളരെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ പഠിച്ചു കഴിഞ്ഞാലും നാട്ടിൽ ഒരു നല്ലൊരു ഭാവി ഉണ്ടാവുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. അതുകൊണ്ട് ഒരു അവസരം കിട്ടിയപ്പോൾ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനൊരു അവസരം കിട്ടിയപ്പോൾ പോന്നു. ബാംഗ്ലൂരിലേക്കുള്ള ഒരു പലായനം. പക്ഷെ വരന്തരപ്പള്ളിയാണ്, തൃശ്ശൂരിലെ വരന്തരപ്പള്ളി ചിമ്മിനി ഡാമുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു മനോഹരമായ സ്ഥലം. നാലാമത്തെ മകൻ, മൊത്തം 5 പേരിൽ 4ാമത്തെ ആള്. അപ്പോൾ തൊട്ടടുത്ത ഒരു അയൽവാസി അല്ലെങ്കിൽ ഒരു അറിയാവുന്ന ഒരാൾ വഴിയാണ് ബാംഗ്ലൂരിലേക്ക് വരുന്നത്. ബാംഗ്ലൂരിലേക്ക് ഇവിടെ വരുമ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു തുടക്കം? ഞാൻ അവിടെ നിന്ന് വലിയ പ്രതീക്ഷയോടെയൊക്കെ ബാംഗ്ലൂർ വന്നത്. പക്ഷേ ഒരു 10ാം ക്ലാസ് പോലും ഇല്ലാത്തവന് ഇവിടെ ഒരു നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടാനുള്ള ഒരു സാധ്യതയില്ലായിരുന്നു. എന്നിട്ട് പിന്നെ ഇവിടെ ഈ ഇൻഡസ്ട്രിയൽ ഏരിയയിലൊരു കമ്പനിയിൽ ഹെൽപ്പറായിട്ട് ജോലിക്ക് കയറി. പക്ഷെ വന്ന് 2 മാസം ജോലിയൊന്നും ചെയ്തില്ല. 2 മാസം ജോലി. പക്ഷെ ആ 2 മാസവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നേടിയെടുക്കാൻ സാധിച്ചു അല്ലേ? അതെ. കന്നഡ എഴുതാനും വായിക്കാനും. പഠിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല ചേട്ടൻ നേരെ ഈ കേരളം വിട്ടത്. 2 മാസം കൊണ്ട് കന്നഡ പഠിക്കാനും മനസ്സിലാക്കാനും എഴുതാനും പഠിച്ചു എന്നുള്ളതാണ്. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അത് ജീവിതത്തിൽ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു അല്ലേ? അതെ. അപ്പോൾ അങ്ങനെ പല കമ്പനികളിലും ജോലിക്ക് പോയി. ഓരോ വർഷം ഓരോ കമ്പനിയിലാണ് ജോലി ചെയ്യുള്ളൂ. അത് കഴിഞ്ഞ് അവിടുത്തെ എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത കമ്പനിക്ക് ചാടും. അവിടെ നിന്ന് വേറെ പുതിയത് പഠിക്കാൻ വേണ്ടിയിട്ട്. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരാളാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്ന. അത് ഇന്നും ഉണ്ട്. ഇന്ന് എൻ്റെ കൂടെ ഉണ്ട്. ഇന്ന് കണക്ഷൻ ഉണ്ട്. ഞങ്ങൾ 5-ല് ചെറുപ്പത്തിലേ ഉള്ള കൂട്ട് കഴിഞ്ഞാൽ, പക്ഷെ ഇന്നും അവർ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഞാനിപ്പോൾ സദാനന്ദനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങളൊരു 50-55 വർഷത്തെ ഓർമ്മ വെച്ച തൊട്ട് അന്നൊക്കെ ചെറിയ പിള്ളേരായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് കളിക്കും, ഓടിക്കളിക്കലും അങ്ങനത്തെ പ്രായമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു പഠിച്ച് ഒരു SSLC ആ സ്റ്റേജിലെത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് വിട്ടുപിരിയേണ്ടി വന്നു. ഞാൻ വന്ന് ഫസ്റ്റ് ബാംഗ്ലൂർക്ക് വന്നു. ബാംഗ്ലൂർക്ക് വന്നിട്ട് നമ്മളിവിടെ അന്നൊന്നും എഡ്യൂക്കേഷൻ ഇല്ലല്ലോ ശരിക്കും. നമുക്ക് ഇവിടെ ബാംഗ്ലൂർ വന്ന് കുറച്ച് റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു. അവർ നമുക്കൊരു ചെറിയ ജോലിയൊക്കെ സെറ്റ് ചെയ്ത് തന്ന് ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ സദാനന്ദൻ വന്നു. SSLC കഴിഞ്ഞവൻ വന്ന് ഞങ്ങളും ഒരുമിച്ച് ജോലി ചെയ്യാൻ തുടങ്ങി. അവർ വേറെ കമ്പനിയിൽ തുടങ്ങി, ഞങ്ങളും ഒരു വേറെ കമ്പനിയിൽ തുടങ്ങി. ഇവന് അങ്ങനെ ചെയ്തൊരു 10 വർഷത്തോളം ജോലി ചെയ്തു. അപ്പോഴും ഒരു 10-22 വയസ്സുള്ളൂ. ആ സമയത്ത് ആശാൻ ഒരു ലേത്ത് വാങ്ങിച്ച് തുടങ്ങിയതാണ് ഇത്രയും കാണുന്ന പ്രകാശ് എഞ്ചിനീയറിംഗ്. അതായത് 1 man ആർമി പറയുകയാണെങ്കിൽ 1 man ആർമിയിൽ ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അവൻ്റെ ഹാർഡ് വർക്കും ധൈര്യം, മെയിൻ പറയുകയാണെങ്കിൽ ധൈര്യത്തിനപ്പുറം ഒന്നുമില്ല ശരിക്കും. ഹാർഡ് വർക്ക്, ധൈര്യം, ഈ
കഷ്ടപ്പെടാനുള്ളൊരു ഇത്, അതാണ് അവൻ ഈ ലെവലിൽ എത്തിച്ചത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ വേറെ കമ്പനിയിലേക്കായിരുന്നു. അപ്പോൾ പോരാടെ എൻ്റെ കൂടെ പോരെ ഒരു ജീവിതം ഉണ്ടാക്കി. എനിക്ക് അവൻ നല്ല ജീവിക്കാനുള്ള ഇതും തന്നു. ഇപ്പം എനിക്ക് 64 വയസ്സായി, ഇപ്പോഴും അവൻ്റെ അടുത്ത് എനിക്ക് നിൽക്കാൻ പറ്റി. ഇങ്ങനെയൊക്കെ ഒരു കൂട്ടുകെട്ട് എന്ന് പറയുന്നത് അപൂർവമായിരിക്കും ഇപ്പോഴത്തെ കാലത്ത്. അത്രയും ഒരു ഫ്രണ്ട്ഷിപ്പൊന്നും അല്ല ഇത്. ഇതൊരു ആത്മാർത്ഥമായ ഒരു അനിയനെന്നും പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു കൂട്ടുബന്ധം ഞങ്ങളുടെ. ഈ ആത്മധൈര്യം എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഈ ലെവലിൽ എത്തിച്ചേരാം. ഇപ്പോൾ അവൻ ഒരു 10, 15, 20, 30 ആൾക്കോളം ജോലി കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ഹാപ്പി ആയിട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് മരിക്കുകയാണെങ്കിൽ ഇവൻ്റെ അടുത്തിരുന്ന് മരിക്കണം ഞാൻ എപ്പോഴും പറയുള്ളൂ. കാരണം അത്രയ്ക്കും കെയറുമാണ്, സ്നേഹമാണ്, ആത്മാർത്ഥതയാണ്. എന്തുതന്നെ വന്നാലും ധൈര്യം ഒന്നുണ്ട്. ഇപ്പോൾ ആകാശം ഇടിഞ്ഞ് വീണെന്ന് പറഞ്ഞാൽ ആൾ കൂളായിട്ട് ഇരുന്നിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യും. അതൊക്കെ ഒരു സ്റ്റഡി ഇതാണ് അവനെ പറ്റി. അതൊക്കെ നമുക്ക് ആത്മധൈര്യം ജീവിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് എല്ലാവരും ഇതായി. ഇപ്പോൾ നമ്മൾ ഈ റിലേഷൻഷിപ്പിലൊക്കെ ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ഒരു ഭയങ്കര ഭാഗ്യം. ഞാൻ അത്രയും പറയുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, ചേട്ടൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓരോ വർഷം ഓരോ കമ്പനിയിലാണ്. പക്ഷെ ഞാൻ ചോദിച്ചു, സാലറി തികയാത്തോണ്ട് സാലറി അല്ല എൻ്റെ വിഷയം. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ ഒന്നിനെ കുറിച്ചും കൂടുതൽ പഠിക്കാനുള്ള ഒരു വ്യഗ്രതയായിരുന്നു അല്ലേ. കാരണം 15 കമ്പനി ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ 15 കമ്പനിയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിട്ടാണ് 1996 പ്രകാശ് എഞ്ചിനീയറിംഗ് എന്ന സ്ഥാപനം തുടങ്ങുന്നത്. വളരെ ചെറിയ വിധത്തിൽ മത്തിക്കര എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു ചെറിയ ഷെഡ് വാടകയ്ക്ക്. എങ്ങനെയാണ് മാർക്കറ്റിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ? എല്ലാം ഞാൻ തന്നെ ആണ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓർഡർ പിടിക്കാനായിട്ട് പല കമ്പനികളും പോകേണ്ടി വരും. അന്നത്തെ കാലത്തൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ തന്നെ ചെയ്യണം. അത് ചെയ്യുമ്പോൾ ഹൈ ക്വാളിറ്റിയിൽ തന്നെ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ പ്രൈസും ലോ പ്രൈസിൽ തന്നെ ചെയ്ത് കൊടുക്കും. അങ്ങനെ തുടങ്ങുമ്പോഴത്തേക്കും, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് തരാൻ പലരും വിമുഖത കാണിക്കും. അപ്പോൾ അവരിൽ എന്ത് കോൺഫിഡൻസ് ആണ് ചേട്ടന് കൊടുക്കാൻ സാധിച്ചത്? സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ സിൻസിയറിറ്റി കാണുമ്പോൾ അവർക്ക് നമ്മളോട് ഒരു താല്പര്യം തോന്നും. അപ്പോൾ അവർ ആദ്യം സാമ്പിൾ തരും. സാമ്പിൾ പക്ക ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ റെഗുലറായിട്ടും വർക്ക് തരും. ഒരു നമ്മളിപ്പോൾ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നതും സപ്ലൈ ചെയ്യുന്നതും പ്രിസിഷൻ മെഷീൻഡ് കോമ്പോണൻസ് ആണ്. ആ കോമ്പോണൻറ്റ് മെയിനായിട്ട് ഏതെല്ലാം കമ്പനികളിലാണ് നമ്മൾ എന്തിനൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ ഞാനിവിടെ സപ്ലൈ ചെയ്യുന്നത് എല്ലാം MNC ഇൻ്റർനാഷണൽ കമ്പനികളാണ്. ഒന്ന് ജോൺ ഗ്രെൻ സീലിംഗ് സിസ്റ്റം എന്ന് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പേരായ ഒരു കമ്പനി, അത് US ബേസ്ഡ് കമ്പനിയാണ്. പിന്നെ എസ്കോ കപ്ലിംഗ്സ് ആൻഡ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞൊരു കമ്പനി, അത് ബെൽജിയം ബേസ്ഡ് കമ്പനിയാണ്. നമ്മൾ ചെയ്യുന്ന ജോബ് 90% എക്സ്പോർട്ടാണ്. അവർ എക്സ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ശരിക്കും അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ നമുക്ക് മാനുവലായിട്ട്, കാരണം മെഷീനറികളുടെ ടെക്നോളജി വളരെ കുറവായിരുന്നു. ഇന്ന് അഡ്വാൻസ്ഡ് ആയി, ടെക്നോളജി അഡ്വാൻസ്ഡ് ആയി. അതുമാത്രം മെഷീനറീസ് ഒക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആയി. അപ്പോൾ അത് എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ കമ്പനിയിൽ? അത് ഞാൻ ആദ്യം മാനുവലായിട്ട് ഉള്ള മെഷീനായിട്ടിരുന്നത്. അതിൽ നല്ല ഹൈ ക്വാളിറ്റിയിൽ ചെയ്ത് കൊടുത്തിരുന്നു. പക്ഷേ പിന്നെ വേറെ ആൾക്കാർ CNC എല്ലാം പ്രചാരത്തിൽ വന്നപ്പോൾ എനിക്ക് തോന്നി, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നാക്കം പോകും. പല ബാങ്കുകളും ലോൺ തരാൻ പോലും പേടിക്കുന്നത്തെ കാലത്ത്. കാരണം സിറ്റുവേഷൻ അങ്ങനെയാണ്. കമ്പനി തുടങ്ങി കഴിഞ്ഞപ്പോൾ നഷ്ടത്തിലായി കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ബാങ്കുകാർക്ക്. ആ പേടിയുണ്ടായിരുന്നു. പക്ഷേ ഒരു ബാങ്കിൽ ചെന്നപ്പോൾ അവിടെ ഒരു മലയാളി മാനേജറായിരുന്നു, വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. അങ്ങനെ കമ്പനിയിൽ വന്നു, കണ്ടു, സംസാരിച്ചു. പുള്ളിക്ക് എൻ്റെ സിൻസിയറിറ്റി മനസ്സിലായി. എനിക്ക് ലോൺ ഒരു ഷുഗർട്ടി ഇല്ലാതെ ലോൺ തന്നു. എന്നിട്ട് പിന്നെ ആ ലോൺ തീരാറായപ്പോഴേക്കും ബാങ്കിൽ നിന്ന് തന്നെ വിളിച്ചെന്നെ വീണ്ടും ലോൺ തരാനായിട്ട്. അങ്ങനെ 3-4 മെഷീൻ, CNC മെഷീൻസ്, ഏറ്റവും വലിയ മെഷീൻ, നല്ല വില കൂടിയ മെഷീനാണ്. 2 മെഷീൻ ഞാൻ ഇമ്പോർട്ട് ചെയ്തത്. ഒന്ന് തായ്വാനിൽ നിന്ന്, 2 മെഷീൻ തായ്വാനിൽ നിന്ന്. കോമ്പണൻറ്റ് ടർണിങ് VTL എന്ന് പറയും, വെർട്ടിക്കൽ ടർണിങ് സെൻറ്റർ. ഹെവി ഐറ്റംസ് എല്ലാം ചെയ്യുന്നത്, ഹെവി ഡയമീറ്ററുകൾ. റോ മെറ്റീരിയൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്? ഫുള്ള് സ്റ്റീലാണ്. കാർബൺ സ്റ്റീല്, സ്റ്റെയിൻലെസ് സ്റ്റീല്, പിന്നെ ബ്രാസ് ഐറ്റംസ്. നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും ഈ സ്റ്റീലിൻ്റെ റേറ്റ് ഡെയിലി ഒരു ഫ്ലെക്സുവേഷൻ വരുന്ന ഒരു സംഭവമാണ് റേറ്റ് എന്ന് പറയുന്നത്.
റോ മെറ്റീരിയൽ. അപ്പോൾ അത് നമ്മുടെ കോട്ടയിൽ നിന്ന് എമൗണ്ടുമായിട്ട് നമുക്ക് ബാധിക്കാറുണ്ടോ? അങ്ങനെ ബാധിക്കാറില്ല. കാരണം ഞാൻ ചെയ്യുന്നത് 75% ജോബ് വർക്കാണ്. ജോബ് ഹെവി ജോബ് ആയതുകൊണ്ട് വളരെയധികം ഇൻവെസ്റ്റ്മെൻറ്റ് വരും. അപ്പോൾ കമ്പനിക്കാരൻ തന്നെ മെറ്റീരിയൽ തരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് റിസ്ക് ഇല്ല. ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 2 വ്യക്തികളെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും തന്നെയാണ്. അച്ഛൻ വളരെ ചെറുപ്പകാലത്ത് നമ്മൾ വിട്ടുപോയി, വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 30 വർഷങ്ങളോളമായിട്ടാണ് അച്ഛൻ മരിച്ചത്. പക്ഷെ അമ്മ അത് കഴിഞ്ഞ് അമ്മയുടെ ഒരു റോള് വലിയൊരു റോളായിരുന്നു. അമ്മ അടുത്ത കാലത്താണ്, 2 വർഷങ്ങൾക്ക് മുമ്പാണ് അമ്മയും ഇവിടെ പറഞ്ഞത്. എത്രത്തോളമാണ് താങ്കളുടെ ജീവിതത്തിൽ അമ്മ സ്വാധീനിച്ചിട്ടുള്ളത്? അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അളവ് വയ്ക്കാൻ പറ്റില്ല. അളവില്ലാത്ത വിധത്തിലാണ്. അതിനതിരില്ല. അമ്മയുടെ സ്നേഹത്തിന് അതിരില്ല. വിവാഹം കഴിച്ചിരിക്കുന്നത് ചെങ്ങന്നൂർ വരന്തരപ്പള്ളിയുടെ അടുത്ത് തന്നെ അല്ലേ? വൈഫിന്റെ പേര് ബിന്ദു. 2 മക്കളാണ്. മൂത്താള് മൂത്ത മകള് മാളവിക എന്ന് പേര്, ഡോക്ടറാണ്. ഇപ്പോൾ MD കഴിഞ്ഞു. ഈ ഒരു മാസം കംപ്ലീറ്റ് ആയുള്ളൂ. നല്ല വിധത്തിൽ പാസ്സായിട്ടുണ്ട്. ഇനി അടുത്ത ഫ്യൂച്ചർ പരിപാടി വിവാഹം കഴിച്ചു. മരുമകനും അവളുടെ ഹസ്ബൻഡും ഡോക്ടർ തന്നെ, പേര് വിനു. അവളും ഡോക്ടർ തന്നെ. അത് MD കഴിഞ്ഞ്. രണ്ടാമത്തെ സൂര്യഗായത്രി, അവൾ M.Tech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഇപ്പോൾ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1 വർഷമായി, ഇനി 1 വർഷം കൂടിയുണ്ട്. രണ്ടാമത്തെ മകളാണ് അച്ഛനെ സഹായിക്കാനായിട്ട് വരാൻ നിൽക്കുന്നത് അല്ലേ? ബിസിനസ്സിനോടൊപ്പം ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതെ, അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആവാം. ഒരു സന്തോഷമായൊരു കുടുംബ ജീവിതവും ചേട്ടൻ്റെ ബിസിനസ് ലോകത്തേക്ക് ഒരുപാട് അവരുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് മുന്നോട്ട് പോകാനുള്ള ഒരു കാരണം വരുന്നത്. നമുക്ക് നമ്മുടെ കുടുംബം, ആ കുടുംബത്തിൻ്റെ പിന്തുണ. കാരണം നമ്മൾ ഒരുപാട് ടെൻഷനിലും പ്രഷറിലും ഒക്കെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ സന്തോഷത്തോടെ നമ്മളെ സ്വീകരിക്കുന്ന നമ്മുടെ കുടുംബം ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ പരം വേറെ ഒന്നുമില്ല അല്ലേ? അപ്പോൾ അത് എത്രത്തോളമാണ് താങ്കളുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ളത്? അതും വളരെയധികം ഉണ്ട്. അതിന് ലിമിറ്റില്ല. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മുടെ ഒപ്പം നിന്നിട്ടുള്ളത്, സപ്പോർട്ടായിട്ട്. കല്യാണം കഴിയുന്നത് 96 കമ്പനിയെല്ലാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എത്രാമത്തെ വർഷമാണ്? 2000-ലാണോ വിവാഹം വെച്ച്? 96 കമ്പനി തുടങ്ങിയതിന് ശേഷം. പ്രകാശ് എന്ന് പറയുന്നത് അന്ന് കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അനിയൻ ഉണ്ടായിരുന്നു. അനിയൻ്റെ പേരിട്ടു. ഇളയ അനുജൻ പ്രകാശ് എന്നാണ്. നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രശ്നങ്ങളിലും നമുക്ക് കൂടെ നിൽക്കുന്ന നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു പിന്തുണ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിനെയും ഭയക്കേണ്ട കാര്യമില്ല അല്ലേ? മാഡത്തിൻ്റെ ഒരു വലിയ സപ്പോർട്ടിനെ കുറിച്ചൊന്ന് പറയാമോ? സപ്പോർട്ടുണ്ട്, എല്ലാ കാര്യത്തിലും സപ്പോർട്ടുണ്ട്. തളരാതെ മുന്നോട്ട് പോകാൻ ഒന്നും പേടിക്കണ്ട, ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയാറുണ്ട്. മാനസികമായിട്ട് യാതൊരു നിലയ്ക്കും ബുദ്ധിമുട്ട് തന്നിരുന്നില്ല. എല്ലാം കുറവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത്. കാരണം ചേട്ടൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ SSLC പൂർത്തിയാക്കാതെ വന്ന സദാനന്ദേട്ടൻ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അത് കഴിഞ്ഞ് യാതൊരു കോംപ്രമൈസും ഇല്ല എന്നുള്ളത്. എനിക്ക് കിട്ടാത്ത എന്താണോ അല്ലേ, അത് നമ്മുടെ മക്കൾക്ക് അതിനൊരു തടസ്സം ഉണ്ടാവരുത്. അവരെ പഠിപ്പിക്കേണ്ട രീതിയിൽ അങ്ങ് പഠിപ്പിച്ചു, നല്ല കുട്ടികളായിട്ട് വളർത്തി. അതൊരു വലിയൊരു കാര്യമില്ല. അതിന് മിസ്സിസിൻ്റെ സപ്പോർട്ട് വളരെ വലുതായിരുന്നു. വളരെ നല്ല സപ്പോർട്ട്. കാരണം ഈ ജോലി തിരക്കിലൊന്നും അവരുടെ പഠിത്തത്തെക്കുറിച്ചൊന്നും നമുക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ നമുക്ക് അവർ പറയുന്ന പൈസ കൊടുക്കാനേ കഴിയുള്ളൂ. പക്ഷെ ആ വിദ്യാഭ്യാസം അവരുടെ ഫുള്ള് സപ്പോർട്ട്, വൈഫിൻ്റെ ഫുള്ള് സപ്പോർട്ട്. അവർ തന്നെ മെയിൻ. അവർ മക്കളുടെ പഠിത്തത്തിൻ്റെ എല്ലാം മെയിൻ ക്രെഡിറ്റ് അവർക്ക് തന്നെയാണ്. ഇന്ന് 2026 ആകുമ്പോൾ 45 വർഷത്തെ ഒരു വലിയൊരു യാത്രയാണ്. ഇപ്പോൾ എന്ത് തോന്നുന്നു മനസ്സിൽ? പരിപൂർണ സംതൃപ്തിയുണ്ട്. 10ാം ക്ലാസ് വരെയുള്ള ജീവിതം, എൻ്റെ ജീവിത സിറ്റുവേഷൻ നോക്കുമ്പോൾ, ഇന്നത്തെ സിറ്റുവേഷൻ നോക്കുമ്പോൾ ഇതൊരു അത്ഭുതമല്ല സംഭവിച്ചിരിക്കുന്നത്. കാരണം അന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു പൊസിഷനിൽ നിന്ന് നമ്മൾ എത്തിയിട്ടുണ്ട്. അതൊരു അത്ഭുതമായി എനിക്കിപ്പോഴും തോന്നുന്നു. ഫ്യൂച്ചർ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇനിയിപ്പോൾ ഫ്യൂച്ചർ കമ്പനി, എനിക്കിപ്പോൾ ഏറെക്കുറെ റിട്ടയർമെൻറ്റ് സമയമായി, 60 വയസ്സ് കഴിഞ്ഞു. ഇനി മക്കൾ നോക്കണം, കമ്പനി അവരെ ഏൽപ്പിക്കണം. അവരെ ഏൽപ്പിച്ചിട്ട് പെൻസീറ്റിൽ ഇരുന്ന് ഡ്രൈവ് ചെയ്യണം അല്ലേ? നല്ലൊരു അടിത്തറ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവർ എങ്ങനെയാലും
അവർ നോക്കട്ടെ. നമ്മൾ ഒരു വിദ്യാഭ്യാസം ഇല്ലാതെ തന്നെ നമ്മളിങ്ങനെ നല്ല വിധത്തിലാക്കി. അവർക്കൊക്കെ ഹൈ വിദ്യാഭ്യാസമുണ്ട്. അവരപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ചിലപ്പോൾ നമ്മൾ ഇമേജിൻ ചെയ്യാത്ത വിധത്തിൽ അവർ ചിലപ്പോൾ ഡെവലപ്പ് ആക്കുമായിരിക്കും. ആവട്ടെ, ആ പ്രതീക്ഷയാണ്. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ ISO 9001 2015 സർട്ടിഫിക്കറ്റ് കമ്പനിയും കൂടിയാണ് നമ്മുടെ പ്രകാശ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് അല്ലേ. അതൊരു കാരണം നമ്മളൊരു ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനി ആകുമ്പോൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അത് തീർച്ചയായും അത്തരം ഒരു ISOയുടെ സർട്ടിഫൈഡ് നിർബന്ധമാണ്. ISO ഇന്നത്തെ ഈ MNC കമ്പനികൾക്ക്, ഈ എക്സ്പോർട്ടിങ് ചെയ്യുന്ന കമ്പനികൾക്കൊക്കെ ജോബ് ചെയ്യണമെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. പിന്നെ ഇവിടുത്തെ എംപ്ലോയീസിൻ്റെ ഒരു സപ്പോർട്ട് വളരെ വലുതാണ് അല്ലേ. കാരണം പിന്നെ അതൊക്കെ അവരൊക്കെ നമ്മളോട് സെയിം. എനിക്ക് ഒരു എംപ്ലോയീസായിട്ടും എൻ്റെ എൻ്റെ കമ്പനി ജോലി ചെയ്യുന്നത് എല്ലാവരും എൻ്റെ ഫ്രണ്ട് മാതിരിയാണ്. ഒരു അതായത് ഒരു ഫാമിലി ഓർഗനൈസേഷനാണ്. ഫാമിലിയിൽ വർക്ക് ചെയ്യുന്ന മെമ്പേഴ്സാണ് അല്ലേ. അവരുടെ ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അവരെ മനസ്സിലാക്കി കൊടുക്കുന്നു, അവരിൽ നിന്നും ഐഡിയാസ് നമ്മൾ എടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതെ, അവർ വളരെ സപ്പോർട്ടിംഗ് ആണ്. തീർച്ചയായും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള താങ്കൾ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് സ്വപ്നങ്ങളിൽ അടുത്ത ഒരു തലമുറ, നമ്മുടെ മക്കൾ, അവർ വന്ന് ഏറ്റെടുക്കുമ്പോഴും ഇതിനെ നമ്മൾ തുടങ്ങിയ ഒരു കാലഘട്ടമുണ്ട്. ഒരു ഷെഡിൽ ഒരു ചെറിയ രീതിയിൽ തുടങ്ങിയ പ്രകാശ് എഞ്ചിനീയറിംഗ് ഇതുവരെ കൊണ്ടെത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇനി മുന്നോട്ട് തലമുറകൾ കൈമാറി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്രത്തോളം ദൈവം താങ്കൾക്ക് ദീർഘായുസ്സും മനസ്സുഖവും ശരീരസുഖവും നൽകട്ടെ. ഒരുപാട് നന്ദി. തിരക്കേറിയ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു അഭിമുഖം അനുഭവിച്ചത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു, നന്ദി, നമസ്കാരം.